കഴിഞ്ഞ് വന്ന് ഗംഭീരായി എല്ലാം സൂപ്പറായി. പ്രഭുജി, so our Prabhuji is going to Ayodhya now. Haribol, Haribol, Hare Krishna. So we are going to miss him. He was with us from long and we had a good time. Kashi from Kashi, and we have had a second long trip after Vrindavan. Vrindavan, yeah. So again we had a good time, a few days, and we're gonna miss him. Yeah, Madaji also. Then we're going to join again. We'll have a very good trip very soon. Yes. We'll organize. Yes. Yeah. Hare Krishna ji. Hare Krishna. Thank you very much. Hare Krishna. Hare Krishna. So he's the best. Always he do lots of sevas. Amova Prabhuji from Mysore, Bangalore. Hare Krishna. ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. പല രീതിയിലുള്ള റീച്ച് ഔട്ട് ഉണ്ട് സംഗമത്തിലേക്ക്. പക്ഷേങ്കിൽ ഇത് വന്നിട്ട് നമ്മൾ ഇവിടുന്ന് ബോട്ടിൽ പോയി അങ്ങനെ കുറച്ച് നല്ല വേറെ തന്നെ സ്ഥലമാണ്. കുഴപ്പമില്ലാത്ത എല്ലാം നല്ലതാണ്. ബ്ലൂടൂത്ത് ഇല്ല എൻ്റെ. അപ്പോൾ നല്ല രസമായിട്ട് കഴിഞ്ഞല്ലോ. ഗംഭീരമായി പരിപാടികൾ. ഓക്കെ, നമ്മൾ നല്ല ഹാപ്പി. നല്ല വിചാരിച്ചതിനെക്കാട്ടും നല്ല ഗംഭീരമായിട്ട് കഴിഞ്ഞു. കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും പരീക്ഷണം ഫലവത്തായി. പഠിച്ചോൻ്റെ കൃപയാലെല്ലാം നല്ലതാണ്. അമ്മേ എല്ലാം ഓൾ ഗുഡ് അല്ലേ? അമ്മേൻ്റെ എക്സ്പീരിയൻസ് പറ, എങ്ങനെയുണ്ട്? വിചാരിച്ചാലും നല്ല വരണ്ടെന്ന് വിചാരിച്ച് വരുമ്പോൾ വന്നപ്പോൾ നല്ലതായി. ഒന്നും വിഷമില്ലാണ്ട് നല്ലതായി. എല്ലാവരും നല്ല ജോളിയായിട്ട് നല്ലതായി. അതെ, സായിറാം ബ്രദേഴ്സ് എല്ലാവരും അതെ കൈയും കാലെല്ലാം പിടിച്ചിട്ട് വീഴാണ്ട് പൊട്ടാണ്ട് എടുത്തവരെത്തി അല്ലേ? അതെ, വരണ്ടെന്ന് പറഞ്ഞിട്ട് വന്ന് തൃപ്തിയായി. അങ്ങനെ സംഗമത്തിന് നല്ല നല്ല മുങ്ങൽ മുങ്ങി. എത്ര മുങ്ങി? മൂന്നാല നല്ല സംഘമായിരുന്നു. നല്ല ഗംഗ, യമുന, സരസ്വതി എല്ലാം മുങ്ങി. ആഗ്രഹം അല്ല, ആഗ്രഹം നിറവേറ്റി അല്ലേ? അപ്പം ആ കുംഭാഭിഷേകത്തിന്റെ ഒരു ജനങ്ങളും മഹാസമുദ്രമായിട്ടുണ്ട്. അത്ര ജനങ്ങളുണ്ട്. അതെ, സമുദ്രം പോലെ ആളുകളും അല്ലേ? അതെ. അപ്പൊ ഈ മഹാകുംഭാഭിഷേകത്തിന് നമുക്ക് പങ്കെടുക്കാൻ പറ്റിയതിൽ ദൈവത്തിന് നന്ദി അല്ലമ്മേ. ഇങ്ങനെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാം നല്ലതായിട്ട് കഴിഞ്ഞ് ഭംഗിയായിട്ട് കഴിഞ്ഞ് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. ഏകദേശം കുറച്ചുണ്ട് പോയാൽ 10-15 കിലോമീറ്റർ ഉണ്ട് പോയാൽ. പിന്നെ അടുത്ത കടമ്പ അതാണ്. നടന്നിട്ട് കുറച്ച് പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എങ്ങനെയും കുപ്പിക്കണം. വണ്ടികളൊന്നുമില്ല, വണ്ടിയെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. നാളെ 29th ഫെബ്രുവരി. അപ്പോൾ നാളെയാണ് പ്രത്യേകപ്പെട്ട ദിവസമായതുകൊണ്ട് കൂടുതൽ നമുക്ക് ഇതാക്കാൻ പറ്റുന്നില്ല. വണ്ടികളൊന്നുമില്ല. അപ്പോൾ വണ്ടികളില്ലാത്ത ഒരു ബുദ്ധിമുട്ട് ശരിക്കുണ്ട്. നമുക്ക് പ്രശ്നമില്ല. അമ്മയുള്ളതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ട്. പക്ഷേ അമ്മ ഫുള്ള് എനർജി ഇങ്ങനെ സേവ് ചെയ്യുന്നതുകൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് നല്ല പോസിറ്റീവ് വൈബ് ആയതുകൊണ്ട് ആരോഗ്യത്തോടെ നടക്കാൻ പറ്റുന്നുണ്ട്. സർവേശ്വരൻ്റെ കടാക്ഷത്തോടെ. എനിവേ ഓൾ ഗുഡ് അല്ലേ? ചെയ്യുമ്പോൾ മെല്ലെ മെല്ലെ ഒരു അർജൻറ്റുമില്ല. മെല്ലെ നടന്നേ അമ്മ. ഓക്കെ, നല്ല സാരം. ഓക്കെ, നമ്മളിപ്പോൾ ജനങ്ങളെ നടുക്കൂടെ നടന്നിട്ട് തിരിച്ചു പോയിന്ന്. സ്നാനം എല്ലാം ത്രിവേണി സംഗമത്തിലെല്ലാം കഴിഞ്ഞ് ഗംഭീരമായിട്ട് വിയാഴ്ചയിലും ഗംഭീരമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു ഭാഗ്യം പറയാനില്ല വാക്കുകൾ. ഇതാ കാണുന്നില്ല ആളുകൾ പോകുന്നത്. ഇതേമാതിരി എല്ലാവരും ഇന്ന് വന്നിട്ട് എന്നും എത്ര ദിവസങ്ങൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നോക്കട്ടെ ആൾക്കാർ ഇതാ ഇതേപോലെയാണ് പോകുന്നത്. എല്ലാവരും വലിയ ഡ്രസ്സുകളും ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടാണ്. നമ്മൾ തിരിച്ചു പോകുന്നത് ഇത് തിരിച്ചു പോകുന്ന വഴിയാണ്. ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത് ഹൈക്കോർട്ട് ജഡ്ജ് എൻ്റെ വണ്ടി. ഹൈക്കോർട്ട് ജഡ്ജിൻ്റെ ഇതിപ്പോൾ ജഡ്ജി ഹൈക്കോർട്ട് ഓർഡറിന് പോകുന്നുണ്ട്. നോക്കട്ടെ, കുറേ ആൾക്കാരുണ്ട്. അമ്മ ഓക്കെ അല്ലേ? നടക്കൂലേ? ആ, അമ്മ അടക്കം പാവം നടന്നു പോകുന്നുണ്ട്. സാറോ സുരേഷ് ഭായി ഓക്കെ അല്ലല്ലോ? गंभीरम यस चलेंगे आगे तक छोड़ दो. मैं बैठेगा? हाँ. मम्मा को बैठा लीजिए. പാവം ഈ കുട്ടി എന്നോട് പറയാൻ വന്ന് ഇതിനകത്തിരിക്കാൻ ഞാൻ എന്നെ കൊണ്ടുപോകാൻ. എടാ അമ്മേനെ എടുത്തേക്ക്. गिर जाएगा ना मम्मा? नहीं गिरेगा. അമ്മേ ഇതിനകത്തിരി. ഇല്ല, ഓനെ കൊണ്ടുപോകും. നല്ലേക്കനാ ഇരുന്നോ ഓൻ വിടൂല. अरिस्ता स्पीड में ही नहीं जाने का. धीरे साथ में जाने का. ओके ओके. बच्चा को पकड़ो अरिस्ता. सामान भी ला दीजिए. सामान भी ला दीजिए. ഓക്കെ. ആ ഇല്ല, കണ്ട ഇല്ല, ബുഖമൊന്നുമില്ല. നല്ലുണ്ട്. നോക്കട്ടെ, പയ്യൻ വന്നിട്ട് വന്നു. എന്തെങ്കിലും ചില്ലറ കൊടുക്കേണ്ടി വരും. ബുഖമൊന്നുമില്ല. അവൻ്റെ അരക്ക് പിടിക്കണം. അമ്മേ അരക്ക് പിടിക്ക്. അവൻ്റെ അര പിടിച്ചോ? പൊക്കളിൽ പിടിച്ചോ? ഇല്ല ബുഖമൊന്നുമില്ല.
पकड़ लिया आंटी, देखो इतना अच्छा बेटा है. कितना देंगे अंकल जी? कल सुबह जाएगा बेटा. पैसा कितना देंगे? पैसा कितना मानता है? 100 रुपए. ഓക്കെ മുഷ്കിൽ ഓക്കെ 100 രൂപ വേണ്ട പ്രശ്നമൊന്നുമില്ല വേണ്ട വേണ്ട ആഗ്രഹമില്ല പാവ ചെറുപ്പത്തിലെ ബിസിനസ് ചെയ്യുന്ന അതൊക്കെ ഓ ചോദിക്കുന്ന കയറ്റി എടുത്ത് പാട് എത്ര തരുവാന്ന് ഇല്ല ഇടൊന്നുമില്ല നല്ല വേണം ആ സൈക്കിൾ എടുത്ത് വരുന്ന ബച്ചാ ആപ്പ് ഇതർക്കാ ഇതർക്കാ മഹിമ നോക്കട്ടെ സൈക്കിൾ യാത്ര പ്രയാഗിൽ വന്നിട്ട് സൈക്കിൾ യാത്ര അമ്മ ഓക്കെ ओए ओए साइड करो VIP आता है VIP व्हीकल आता है സൈക്കിളിൽ ഇതാ വന്നതാ കൊടുത്തേ പ്രശ്നമില്ല എത്രയാന്ന് പിള്ളേർക്കൊന്ന് കൊടുക്കപ്പാ പിള്ളേർ കൊടുത്ത എന്തെങ്കിലും എത്ര കൊടുത്തത് ആ ചായ പിന്നാണ് ചായ പിയോ ഒരു ചായ കുടിക്കണം ടയർഡായി നല്ല ആളാ പക്ഷെ എനിക്ക് സന്തോഷമായി നല്ലത് മുങ്ങിയതിന് ശേഷം ഭയങ്കര എന്നാ ബോഡി അങ്ങ് ഒരു നല്ല ലൈറ്റായ പോലെ അതാ ഇവിടുത്തെ അനുഭവം ഉണ്ടായത് വേറൊന്നുമില്ല അത്ര നല്ല സന്തോഷം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള നമ്മളെ സംഗമെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു കുറേ മൂലകളുണ്ടല്ലോ അതിൻ്റെ ഒരു മൂലകളിൽ എത്തിയിട്ടുള്ളത് ഇവിടെ കാണേണ്ട തിരക്കുകളാണ് ക്രൗഡ് മുന്നിൽ കാണിച്ചത് മുന്നിലിപ്പോൾ നോക്കാം ക്രൗഡ് നോക്കാം ഇത്രയും ഭയങ്കര തിരക്കുകളെന്ന് വെച്ചാൽ ഇന്ന് കൂടിക്കൂടി വരികയാണ് ഒന്നും പറയണ്ട പോലീസുകാരനെ ടയർഡാണ് ഫുള്ള് ബ്രേക്കൊന്നും ഇല്ലാത്ത വർക്ക് പോലീസുകാർക്ക് അതൊരു വേറെ സങ്കടം ഒന്നും പറയണ്ട എത്രയോ പോലീസുകാർ ഇടുന്നുണ്ട് UP പോലീസുകാർ ഇഷ്ടം പോലെ അത്രയും പോലീസുകാരുടെ ഉള്ളത് അന്വേഷിച്ചിട്ടുള്ളത് അങ്ങേ സ്ഥലത്തുനിന്ന് അങ്ങനെ ഫുൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ എല്ലാം കഴിഞ്ഞ് വന്ന് റൂമിൻ്റെ അടുത്തെത്തി അപ്പോൾ ജസ്റ്റ് ബാക്കിയുള്ള ആളെ വെയിറ്റ് ചെയ്ത് കൊടുക്കും മുന്നിലെത്തിയ ആൾക്കാരുടെ വെയിറ്റ് ചെയ്യണം നമ്മൾ നാഗസന്യാസിമാരെ കാണാൻ വേണ്ടി പോകുന്ന നാഗസ്വാമികൾ അപ്പോൾ ആരെല്ലാം കാണാൻ പറ്റുമോ കുറേ ടെൻറ്റുകളിലുണ്ട് പല സ്റ്റേറ്റിലുള്ള സ്വാമിമാർ ഹിമാലയത്തിലുള്ളത് കുറേ ആൾക്കാരുണ്ട് ഇവിടെ നോക്കിയിട്ടൊന്ന് കാണാൻ പറ്റുമോ നോക്കാം ഇങ്ങനെയുള്ള കുറേ സംഭവമുണ്ട് ഇവിടെ നല്ല ആൾക്കാരുണ്ട് രാത്രി 28-ാം തീയതി രാത്രി 9:27 നോക്കേണ്ട തിരക്കിൻ്റെ കളിയാണ് നല്ല തിരക്കാണ് നമ്മളിതാ മാസ്ക് ഇട്ടിട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് യാത്ര ഭയങ്കര പൊടി ഭയങ്കര പൊടി രക്ഷയില്ലാത്ത പൊടി മഹാകുംഭ ഗംഭീര പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗംഗയിലുള്ള പാലം ഉണ്ടോ ആൾക്കാരെല്ലാം തിരക്കിൽ മിസ്സായി പോകുന്നുണ്ട് ഇങ്ങനെ റോപ്പ് പിടിച്ചോണ്ടാണ് പോകുന്നുണ്ട് ആൾക്കാർ മിസ്സായി പോകുന്നുണ്ട് അത്രയും നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട് ഭയങ്കര സംബന്ധം ഓരോ രീതികളാണ് നോക്കിയതാ എണ്ണിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാരാണ് ഒരാൾ ഇടയ്ക്കിടയ്ക്ക് എണ്ണിക്കൊണ്ടിരിക്കുന്നു നോക്ക് ഇടയ്ക്കിടയ്ക്ക് എണ്ണുന്നുണ്ട് അടിപൊളിയാണ് എന്താ നല്ല പൊടിയാണ് അതുകൊണ്ടാണ് മാസ്ക് ഇട്ടത് ഭയങ്കര പൊടി നല്ല പൊടി മഹാകുംഭേൻ്റെ ഓരോ ടെൻറ്റുകളാണ് ആൾക്കാരെല്ലാം കിടന്നുറങ്ങുന്നേ നോക്കട്ടെ ഇതെല്ലാം നാഗസ്വാമി നാഗസ്വാമി
കുറേ നാഗസ്വാമിമാർ ഇവിടെ രാത്രിയായി. ആൾക്കാരിങ്ങനെ വന്നും പോയിക്കൊണ്ടു ഇഷ്ടം പോലെ ഉണ്ട് ഇടാം. കുറേ ടെൻറ്റുകളാണ് നാഗസ്വാമിമാർ. മഹാകുംഭാഭിഷേകത്തിൻ്റെ നാഗസ്വാമിമാരെല്ലാം കണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ. അതും കൂടി ആകുമ്പോൾ കംപ്ലീറ്റായി തിരിച്ചു മെല്ലെ നടന്ന് പോന്നു. ഇതെല്ലാം ഒരു സ്വാമിമാർ. ഇതാണ് സ്വാമിമാർ. കുറേ ഇങ്ങനെയുണ്ട് ഈ ഭാഗത്തിൽ ഇഷ്ടം പോലെ ഇതിൻ്റെ ഭാഗങ്ങളായിട്ട്. തിരിച്ച് റൂമിലേക്ക് പോകാൻ ഏകദേശം 2 മണിക്കൂർ എടുക്കും. സമയം ലേറ്റായി. നടന്നു പോകണം ഇനിയിപ്പോൾ 2 മണിക്കൂർ. 6, 7, 8, 9 കിലോമീറ്ററോളം നടക്കണേ. എല്ലാവരും കിടന്ന് ഇവിടെയെല്ലാം കടന്നു പോകുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് കവേർഡ്. ടുമോറോ വി ഗോയിങ് ടു ലീവ് ഫ്രം പ്രയാഗ് ബാക്ക് ടു കേരള. അപ്പോൾ നാളെ ഇവിടെ ഒരു സ്വാമിയുണ്ട്. ഇതെല്ലാം അതിൻ്റെ അകത്ത് പെടുന്ന സ്വാമിമാരാ. കുറേ സ്വാമിമാർ കാണുന്നത്. ഇതാണ് രുദ്രാക്ഷ സ്വാമി. രുദ്രാക്ഷം കൂടുതലായിട്ടുള്ള സ്വാമി. സോഷ്യൽ മീഡിയയിലും വന്ന സ്വാമിയാണ്. ഇത് വേറെ സ്വാമി. വീഡിയോ എടുത്തിട്ട് അടി കിട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോ വേഗം ഓഫാക്കാം. അടിച്ച് ഓടിയാ സ്വാമീൻ്റെ എടുക്കുന്നത്. നമ്മളിങ്ങനെ ഓരോ ഗേറ്റുകൾ വഴി പോകാൻ വേണ്ടി നോക്കുന്ന എല്ലാ ഗേറ്റും ക്ലോസാണ്. കുറേ ഗേറ്റ് ക്ലോസാണ്. ഇതൊരു വഴി പോയിട്ട് ഓക്കെ നോക്കട്ടെ. നല്ല ക്രൗഡാണ്. സമയം ഇപ്പം 1 മണിയായി. തിരക്ക് ഒരു കുറവില്ല. ഓക്കെ, സ്വാമിമാർ കിന്നസ്വാമി. ഇതെല്ലാം സ്വാമിമാർ. ഇതെല്ലാം കിന്നസ്വാമി. ഇതെല്ലാം ഭയങ്കര മെല്ലെ നീങ്ങാൻ നല്ല തിരക്കായി. ഇതെല്ലാം സ്വാമിമാറുകൾ. ഓരോ മഠത്തിലെ സ്വാമിമാർ. എല്ലാ റോഡും ബ്ലോക്കാ. ഒരു റോഡ് തുറന്നാൽ ഒരു റോഡ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിതാ. സ്വാമി ഇതാ. ഹര മഹാദേവ സ്വാമി. എല്ലാവരും വണ്ടിയിൽ ഇതാ നോക്കട്ടെ. ഇങ്ങനെയുള്ള അത് സ്വാമിമാരെല്ലാം കൂടി ഇപ്പോൾ ഇതിന് പോകും. സ്നാനത്തിന് പോകുമ്പോൾ അതിനുള്ള വണ്ടികൾ ഇവിടെ ശരിയാക്കുന്നത്. രാജപദവിയോട് കൂടിയിട്ട് പോകുന്നതാ. ഭയങ്കര ഒരു സംഭവം തന്നെ. അതിനകത്ത് ഇതെല്ലാം സെറ്റാക്കുന്നത്. ഈ വണ്ടി കണ്ട, വണ്ടീൻ്റെ മുകളിൽ കണ്ട ബാക്കിൽ. അപ്പോൾ ഇതിൻ്റെ അതിൽ ഇവിടെ ആ സമയം ആയിരിക്കും അവിടെ അല്ല. ഒരു സ്നാനത്തിന് പോകുന്നതാ. ഇതാണ് ജനം. നോക്കിയാട്ടെ, കുംഭമേളയിലെ ജനം. ഇതാ ജനം. ഇങ്ങനെയാണുള്ളത്. പോകുന്ന ആൾക്കാർ, കഴിഞ്ഞ ആൾക്കാർ ഭയങ്കര ആൾക്കാരാണ്. നോക്കട്ടെ, ഇതെല്ലാം ആൾക്കാർ. നോക്കി ഫുള്ള് ആൾക്കാർ. പല രാജ്യത്തു നിന്ന് വന്ന ആൾക്കാർ. ഫുള്ള് ആൾക്കാരാ. നോക്കട്ടെ, ഒന്നും പറയണ്ട. സമയം 2 മണിയായി. തളന്ന് തരിപ്പണായി. മസിലുകളെല്ലാം പിടിച്ചടങ്ങാറായിട്ടുള്ള കാലിന്. നടന്ന് കളഞ്ഞിട്ടുള്ള ഇതാ. ഇന്ന് ഫുള്ളൊന്ന് റെസ്റ്റ് ചെയ്യണം. നാളെ പോയിട്ട് കണ്ണൂരെത്തിയിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ. ഓക്കെ, ഭയങ്കര സ്റ്റെപ്പ് വെച്ചിട്ടാണ് നടക്കുന്നത്. അത്ര ടൈറ്റ് ആയിട്ടുള്ളൂ. നോക്കട്ടെ,
നമ്മളിപ്പോൾ ബൈക്കിലാണ് ഉള്ളത്. 8 കിലോമീറ്റർ പോകണം. ഒരു ബൈക്ക് കിട്ടി. ബൈക്കിൽ സഫാരി ഓക്കേട്ടെ. പ്രയാഗ്രാജിൻ്റെ സൗന്ദര്യം വീടിൻ്റെ അടുത്തേക്ക് എത്തി, റൂമിൻ്റെ അടുത്തേക്ക് എത്തി. എന്നാലും തിരക്ക് തീർന്നില്ല. അത് നോക്കാം. തിരക്കിൻ്റെ കളിയാണ്. തിരക്കിൻ്റെ കളി തീരുന്നില്ല. തിരക്ക് ഭയങ്കരമായ തിരക്കാണ്. ജസ്റ്റ് ഹലോ, നമ്മൾ തിരിച്ച് പ്രയാഗ് എയർപോർട്ടിലേക്ക് പോകുന്നു. പ്രയാഗ് എയർപോർട്ടിലേക്ക്. സോ മഹാദേവ് എല്ലാം ഗംഭീരമായിട്ട് കഴിഞ്ഞ് അപ്പോൾ ഇപ്പോൾ രാവിലെ 4:33 29th. അപ്പോൾ നമ്മൾ സ്നാനെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിട്ട് പ്രയാഗ് എയർപോർട്ടിലേക്ക്. അവിടുന്ന് ബാംഗ്ലൂർ ടു കണ്ണൂർ. അങ്ങനെ നമ്മളെ സ്പിരിച്വൽ ട്രിപ്പ് താൽക്കാലികമായിട്ട് ഇതോടുകൂടിയിട്ട് അവസാനിക്കുന്നല്ലേ മുംബൈ. പിന്നെ അടുത്തത് പുതിയ പ്ലാൻ ചെയ്യണം. നല്ലൊരു ട്രിപ്പ് അല്ലേ മുംബൈ. നമസ്തേ. നമ്മൾ പ്രയാഗിന്ന് എയർപോർട്ടിലുള്ളത്. പ്രയാഗിന്ന് നേരെ കണ്ണൂരേക്ക് പോകുന്ന വഴിയാണ്. ഭയങ്കര സാഡ് ന്യൂസാണ് പ്രയാഗിൽ ഇന്നലെ രാത്രി നടന്നത്. ഒന്നും പറയാൻ വാക്കുകളില്ല. അത്രയും ജനസമുദ്രമായിരുന്നു. ജനസമുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ആളുകളൊന്നല്ല ഉണ്ടായിരുന്നത്, ഭയങ്കര ആളായിരുന്നു. അപ്പോൾ അത്രയും കൺട്രോൾ ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ടുള്ളൊരു തിരക്കുകളായിരുന്നു. എന്തായാലും ശാന്തി പോയ കൂട്ടർക്കെല്ലാം നല്ല ആത്മശാന്തി ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് പോകുന്ന എല്ലാം കഴിഞ്ഞ് ഭംഗിയായി നമ്മൾ ഇവിടെ എയർപോർട്ടിലെത്തി. എല്ലാം ദൈവാനുഗ്രഹം. എങ്ങനെയും പരിപാടികൾ ചെയ്ത് വരാൻ പറ്റിയത്. പക്ഷേങ്കിൽ വലിയ വിഷമം ഉണ്ടാക്കിയ കാര്യമാണ്. കുറേ കുടുംബങ്ങൾക്ക് നഷ്ടങ്ങളുണ്ടായത് ഇന്നലെ രാത്രിയുള്ള തിക്കും തിരക്കിലും. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഭംഗിയായി നടക്കട്ടെ. സർവേശ്വരൻ്റെ കടാക്ഷം ഉണ്ടായിട്ട് ആർക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ട് കാര്യങ്ങൾ മംഗളമായി നടക്കാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും ദൈവത്തിന് നന്ദി, എല്ലാവർക്കും നന്ദി, പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഹർ മഹാദേവ്.